എപ്പോഴത്തെ പോലെ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. ഉള്ളതാണോ? ഒരുപാടിയോ സത്യം കിട്ടുന്നതായിട്ടുണ്ട്. ആണോ? ഹലോ ഗായ്സ്, എന്നോട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും പിന്നെ കുഞ്ഞാവയും വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് വീഡിയോസിലൊക്കെ ആയിട്ട്. ശില്പയും ഉണ്ണിയുമാണ്. ഉണ്ണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽ നെയിം അല്ല, ഞങ്ങൾ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ശില്പയും ഉണ്ണിയും അതുപോലെ തന്നെ കുഞ്ഞാവയുണ്ട്. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറേ നാളായി കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അവരെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ. വാവയാണെങ്കിലും കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ അവനെ കുറേ നാൾ കൂടെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമുക്ക് അവർക്ക് സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ അവരുടെ അഭിപ്രായം ചോദിച്ചു നോക്കാം ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ളതൊക്കെ. അപ്പോൾ കമോൺ. ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഡിന്നറിന്. ചോറ്, മോര്, മീൻകറി, പിന്നെ ബീഫ് ഡ്രൈ റോസ്റ്റ്. മീൻകറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീബ്രീമാണ്. നമ്മുടെ നാട്ടിലെ കാളാഞ്ചി എന്നൊക്കെ പറയുന്ന ഒരു വേരിയേഷൻ ഇല്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു വെച്ച മീൻകറിയാണ് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയതുണ്ട്. അപ്പം നമുക്ക് കൊടുത്ത് നോക്കിയിട്ട് അഭിപ്രായം ചോദിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ഉണ്ണിയും അതുപോലെ തന്നെ ശില്പയും. ഇതേ ഫുഡ് കൊടുത്തിട്ടിരിക്കുവാണ്. എന്താകുമെന്ന് അറിയത്തില്ല. അവരിങ്ങനെ നാടൻ ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് അടുത്തെങ്ങും കഴിച്ചിട്ടില്ല അല്ലേ? അടുത്തെങ്ങും കഴിച്ചിട്ടില്ലല്ലോ. ആ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എങ്ങനെയുണ്ടടാ? കഴിച്ചു നോക്കിയിട്ട് ജെനുവിൻ ആയിട്ട് പറഞ്ഞാൽ മതി. എപ്പോഴത്തെ പോലെ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. ഉള്ളതാണോ? ഒരുപാടിയോ സത്യം കിട്ടുന്നതായിട്ടുണ്ട്. ആണോ? ഇനി ഉണ്ണിയോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഉണ്ണി. ഞാൻ പറയത്തില്ല. ആ, കുഴപ്പമില്ല, ഉണ്ണി കഴിച്ചോ. ഉണ്ണി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് പറ. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി മടിച്ചാണ് കഴിക്കുന്നത് ഒരാള്. അത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമ്മുടെ മിൽക്ക് മാഷ്ഡ് ആയ പോലെ ആയിട്ടുണ്ട്. നല്ലല്ലേ? എനിക്ക് മെയിൻ ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻകറി ആയിരിക്കും. ആ, സൂപ്പർ ടേസ്റ്റ് ഇടും. ഓക്കെ, നിങ്ങളിപ്പോൾ എൻജോയ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന രാവിലെയാണ്, പിറ്റേ ദിവസം രാവിലെയാണ്. ഇന്നലെ രാത്രി സംസാരിച്ച് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. കുറേ നേരം സംസാരിച്ചിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉറങ്ങിയപ്പോൾ ഏകദേശം 4 മണിയായി. ഞാൻ ഉറങ്ങിയപ്പോൾ അവർ 2 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാവയ്ക്ക് ഫീഡൊക്കെ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിയപ്പോൾ 4 മണിയായി. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. പാലപ്പവും അതുപോലെ തന്നെ വട്ടയപ്പവും തേങ്ങാപ്പാൽ ഒഴിച്ച കടലക്കറി, ഏലക്കായ ചായ, ഇതൊക്കെയാണ്. ഈ വട്ടയപ്പം നമ്മൾ വാൾനട്ടും കാഷ്നട്ടൊക്കെ ഇട്ട വട്ടയപ്പമാണ് കേട്ടോ. നമുക്കാണെങ്കിൽ ഉണ്ണിയോട് ചോദിച്ചു നോക്കാം. ഇന്നലെ ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറയത്തില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉണ്ണിയോട് ചോദിച്ചു നോക്കാം ഇന്നലത്തെ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു നോക്കാം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു നോക്കാം. കമോൺ. ഇവിടെ കാര്യമായിട്ട് സവോളൊക്കെ അരിഞ്ഞിട്ടിരിക്കുമായിരുന്നു ഉണ്ണി. നമുക്കിന്ന് കുക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്നലത്തെ ഫുഡ്? ഇന്നലത്തെ ഫുഡ് സൂപ്പർ ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബീഫ് റോസ്റ്റ് ആയിരുന്നു. അത് ചോറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്, ഒന്ന് കൂടും. പിന്നെ നല്ല രസമാണ്, നല്ല വൈബ് സ്ഥലമാണ്. മീൻകറി എങ്ങനെയുണ്ട്? മീൻകറി കൊള്ളായിരുന്നു, എന്നത്തെ പോലെയും സൂപ്പറാണ്. പിന്നെ അറ്റുവേണ്ട ഫുഡിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, എല്ലാം അടിപൊളിയാണ്. എപ്പോൾ ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാക്കിയിട്ട് ഇതുവരെ ആയിട്ടും. എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു ഹോബിയാണ് ഫുഡ് ഉണ്ടാക്കുന്നുള്ളത്. ഇങ്ങനെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അന്നും ഫ്ലോപ്പ് ആയിട്ടില്ല. ഉണ്ടാക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. അതെന്റെ കഴിവൊന്നുമല്ല, ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചടക്ക് ചെയ്യുന്നത്. കുളവാകലിതൊക്കെ പ്രാർത്ഥിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വരാറുണ്ട് കേട്ടോ. കഴിക്കുന്ന എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറയാറുണ്ട്, റെസിപ്പീസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പവും കടലക്കറിയും നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങള് എൻജോയ് ചെയ്ത്. വട്ടയപ്പം ഇഷ്ടപ്പെട്ടോ? വട്ടയപ്പം ഓക്കെ ആയിരുന്നു. എല്ലാം സൂപ്പറാണ്. ആന്റിയുടെ ഫുഡെല്ലാം. ബാക്ക്ഗ്രൗണ്ടിൽ വാവ ബഹളം വെക്കുന്നുണ്ടോ എന്ന് വിചാരിക്കരുത്. അവനിങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റിംഗ് ആവുന്നതാണ്. അപ്പോൾ എന്തായാലും ഉണ്ണി, താങ്ക് യു സോ മച്ച് നമുക്ക് റിവ്യൂ തന്നതിന്. താങ്ക് യു. വലിയ സന്തോഷമാണ്. നമുക്ക് ഇവർ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും. കാരണം ഒരുപാട് നാളുകൂടെ കാണുന്നത്, ഇവർ നാട്ടിൽ പോയിട്ട് വന്നതാണ്. നമുക്കാണെങ്കിൽ കുറെ ഐറ്റംസ് കൊണ്ടുവന്നു. കുറെ ചിപ്സ്, കപ്പ വറുത്തത്, ചക്ക വറുത്തത്, നുറുക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നു. കുറെ ഐറ്റംസ് ഇന്നലെ രാത്രി ഇരുന്ന് കഴിച്ചു. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഓക്കെ.
അപ്പോൾ ഗൈസ് ഞാൻ കഴിക്കാൻ പോകുന്നത് ഇതാണ്. ബ്രെഡും അതുപോലെ തന്നെ പീനട്ട് ബട്ടറും മേലിൽ പഴം ഇട്ടിട്ടുണ്ട്. ഇത് സൂപ്പർ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേ. എനിക്കിന്ന് പാലപ്പം കഴിക്കാനൊരു മൂഡില്ല, കാരണം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പാലപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആണ് ഞാൻ കഴിക്കുന്നത്. കഴിച്ച് നോക്കട്ടെ. സൂപ്പറാണ്. നിങ്ങൾ ഇങ്ങനെ കഴിച്ചില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്. ബ്രെഡ് നമ്മൾ അപ്പുറം ഇപ്പുറം ബട്ടർ വെച്ച് ടോസ്റ്റ് ചെയ്യും, എന്നിട്ട് മേലിൽ പീനട്ട് ബട്ടർ തേച്ചിട്ട് മേലിൽ പഴം ഇങ്ങനെ അരിഞ്ഞിടും. അപ്പോൾ ഗൈസ് അതായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാൻ ബെല്ലൈക്കൻ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു signing off.